കഴിഞ്ഞ തവണ നമ്മുടെ വീഡിയോ അവസാനിച്ചത് ഈ വിഷ്വൽ കാണിച്ചാണ്. നമുക്ക് ഏതായാലും ഈ പള്ളിയുടെ അകത്തേക്ക് പോകാം. ആരെങ്കിലും ഉണ്ടോ, എന്താണ് അവിടെ ഉള്ളതെന്നൊക്കെ നമുക്കൊന്ന് കാണാം. ഒരു നിശബ്ദമായ അന്തരീക്ഷമാണ് നമുക്കവിടെ കിട്ടുന്നത്. സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്ന ഒരു അന്തരീക്ഷം. അതിൻ്റെ പിക്ചറൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ പള്ളിയുടെ കഥ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പിക്ചറുകളാണ് വരച്ച് വെച്ചേക്കുന്നത്. ഇതാ ഇവിടെയും അതുപോലെയൊക്കെ തന്നെയാണ്. നോക്കിയാൽ കാണാം, ആട്ടിടയന്മാരുടെ ആ ഒരു ചിത്രമാണ് വരച്ച് വെച്ചേക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു പള്ളിയുടെയൊക്കെ രീതി തന്നെ. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജുകളിലും ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബുക്കിൽ. ഇപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഇന്ത്യയുടെ പതാക കാണിച്ചിട്ട് നമ്മുടെ ഹിന്ദിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഹിന്ദി ലാംഗ്വേജിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ മിക്ക രാജ്യങ്ങളുടെയും പതാകയുടെ ഇത് കാണിച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പള്ളിയുടെ മേൽഭാഗമാണ് കാണിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഏതായാലും നമുക്ക് ഒത്തിരി സമയമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് പോകാം, പള്ളിയിൽ നിന്ന് ഇറങ്ങാം. നമുക്ക് ഈ ആട്ടിടയന്മാരുടെ പള്ളിയാണ്, അതായത് അതിൻ്റെ മേളിലാണ് ഗ്രോട്ടോ പണിതേക്കുവാണ് ഒരു പള്ളി പോലെ. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ നിന്ന് നമ്മളിനി താഴേക്ക് പോകുവാണ്. അതാ ഈ വഴി കൂടെ താഴേക്ക് പോയാൽ ആ ഗുഹയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പോയി നോക്കാം, നമുക്കത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, വാ. നമ്മുടെ നാട്ടിലൊക്കെ എത്തിയൊരു ഫീലിംഗ് ആട്ടോ എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എന്ത് ചെടികളാണപ്പാ? ഈ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല. നല്ല രസമുണ്ട് ഏതായാലും കാണാന്. നല്ല ചുവന്ന പൂവ്. ഇതിന്റെ പേരറിയാമെങ്കിലേ ആ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കട്ടോ. അവിടെ നല്ലൊരു വിഷ്വലുണ്ട്, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. എനിക്കൊന്ന് പാലസ്തീൻ്റെ ആ ഏരിയ ഒക്കെയാണ്. നമുക്ക് ഇവിടെ നിന്ന് എന്താ കാണാൻ പറ്റുന്നത് നോക്കാം. അത് ഇവിടെ നിന്ന് എന്തോരം വ്യൂസ് നമുക്ക് ഈ നിങ്ങളെ കാണിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. കൊള്ളാം, നല്ല രസമുണ്ട് ഏതായാലും കാണാൻ. ഇതെന്ത് താഴെ ഇങ്ങനെ കുഴിച്ചിട്ടേക്കുന്നത്? എന്തൊക്കെയോ അവരവിടെ പഠനങ്ങൾ എന്തൊക്കെയോ നടത്തുന്നതെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, എന്തോ പരിപാടി അവിടെ ഉണ്ട്. നമുക്ക് ഏതായാലും മറ്റേ നമ്മുടെ ഗുഹയുടെ അടുത്തേക്ക് പോവാം. ഇതാണ് നമ്മുടെ പ്രധാനമായൊരു കാര്യം. പിന്നെ ഇതാണ് നമ്മൾ കണ്ട പള്ളി, നമ്മുടെ ചാപ്പല്. ഇവിടുന്നാണ് ഇപ്പം നമ്മൾ വന്നത്. ഇതാണ് അന്ന് ആ രാത്രിയിൽ ആട്ടിടയന്മാർ താമസിച്ച ഗുഹ. അതിപ്പോഴും അതേപടിയൊക്കെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ എനിക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേപടി ഇവർ എങ്ങനെയാണ് ഇതിങ്ങനെയൊക്കെ തന്നെ നിലനിർത്താൻ കഴിയുന്നു എന്നൊക്കെ അല്ലേ നമുക്ക് തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ഇതേതായാലും ഒരു പുൽക്കൂട് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അതുപോലെ ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ചിത്രങ്ങൾ കാണിച്ചു തരാം, ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് കറക്റ്റാണെന്നില്ല, കാരണം എനിക്കും ഇതിനെക്കുറിച്ച് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഗുഹ, അതിൻ്റെ ആ പഴക്കമൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലേ. ഇതൊക്കെയോ അവർ
ഉപയോഗിച്ച സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ പഴയ എന്തൊക്കെയോ സാധനങ്ങളാണെന്ന് തോന്നുന്നു ഇതായിരിക്കുന്നതൊക്കെ. ഇതിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു പുൽക്കൂട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്, ഒരു വലിയൊരു പുൽക്കൂട്. എന്തായാലും നമുക്ക് ഇനി പുറത്തേക്ക് പോയേക്കാം. കാരണം ഇവിടെ ഭയങ്കര ആളായതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി. ഇനി പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്കാന്നേ. ഈ സംഭവം കാണുമ്പം ഇതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ സംഭവം കാണുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പള്ളിയുണ്ട്, പുത്തമ്പള്ളി എന്നാണ് പറയുന്നത്. അവിടെയാണ് ഞങ്ങളൊക്കെ ഇട ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ പള്ളിയിൽ ഒരു ചുമരിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവം എനിക്കിവിടെ വരാൻ പറ്റും, അങ്ങനെ ഇത് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റുമോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒത്തിരി ദൈവത്തിനോട് നന്ദി പറയുന്നു. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകാൻ സമയമായി. അതുപോലെ തന്നെ നമ്മുടെ ടാക്സി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ടൂറിസ്റ്റുകൾ ഫുള്ള് നിറച്ചിവിടെ എല്ലാം ടൂറിസ്റ്റുകളാണ്. എപ്പോഴും ശനി ഞായർ അങ്ങനെ അവധിയൊന്നുമില്ല. ഇവിടെ എന്നൊക്കെയാണോ ഈ നാട്ടിടയന്മാരുടെ ചർച്ച് ഇത് ഓപ്പൺ ആകുന്നത് അന്നെല്ലാം ഇവിടെ ടൂറിസ്റ്റുകളുണ്ടായി. ഇപ്പോൾ നല്ല ഒരു വെയിലുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് തണുപ്പാണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞു, നമുക്ക് ഇത്ര സമയമുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ ടാക്സി നമുക്ക് വെയിറ്റ് ചെയ്യണം. 5
സ്ഥലങ്ങളാണ് അവർ കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 160 ഷെക്കലിനാണ് അത് ബെത്ലഹേം കാണിക്കുന്നത്. ഇത് പാലസ്തീൻ ഏരിയ ആണ്. പിന്നെ അതുപോലെ നമുക്ക് നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്ന ഇത് ടാക്സി വിളിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ആ മടുപ്പൊന്നും തോന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഈ പ്രോപ്പറായിട്ട് ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടുമില്ല. അത് ഞങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തത്. ഇവന്മാരുടെ പള്ളിയിൽ നിന്ന് നമ്മൾ പോവുകയാണ് അടുത്ത പള്ളിയിലേക്ക്.